നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. H1B L1 വിസകൾ നിയന്ത്രിക്കുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ലായ H1B L1 വിസ റിഫോം ആക്ട് ഓഫ് 2016 കോൺഗ്രസിൽ അവതരിപ്പിച്ചു. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും സംയുക്തമായി അവതരിപ്പിക്കുന്ന ബിൽ കോൺഗ്രസും സെനറ്റും അംഗീകരിച്ചാൽ പ്രസിഡന്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷം ഇരു പാർട്ടി സ്ഥാനാർത്ഥികളും ഈ ബില്ലിനെ അനുകൂലിക്കുവാനാണ് സാധ്യത. പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ H1B പദ്ധതി മൂലം അമേരിക്കൻ തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുന്നു എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ നിയമം പാസ്സായാൽ 50 ജോലിക്കാരിൽ കൂടുതലോ 50% ജോലിക്കാരിൽ കൂടുതലോ H1B വിസ ജോലിക്കാരായുള്ള കമ്പനികളെ കൂടുതൽ H1B വിസകൾക്ക് അപേക്ഷ നൽകുവാൻ അനുവദിക്കുകയില്ല. 2000 മുതൽ 2014 വരെ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ എണ്ണം 10 ലക്ഷമാകുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് കഴിഞ്ഞ 134 വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ 80.5 മില്യൺ ആൾക്കാരിൽ ഇന്ത്യക്കാർ 2.1%. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ 174 വർഷങ്ങൾക്കുള്ളിൽ 1.6 മില്യൺ ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് കുടിയേറിയിരിക്കുന്നത്. 1965 ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന് ശേഷമാണ് ഏഷ്യയിൽ നിന്നും വൻതോതിൽ കുടിയേറ്റം തുടങ്ങിയത്. ഈ വർഷം മാർച്ച് വരെ 1,50,000 ഗ്രീനാണ് അംഗീകാരം ലഭിച്ചത്. 12,000 അപേക്ഷകൾ തള്ളിക്കളഞ്ഞു. 4 ലക്ഷത്തോളം അപേക്ഷകളാണ് ഇമിഗ്രേഷൻ വകുപ്പിന്റെ തീരുമാനത്തിനായി കെട്ടിക്കിടക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖ പൈലറ്റ് രഹിത വിമാന നിർമ്മാണ കമ്പനി ജനറൽ അറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് ഇന്ത്യയിൽ തങ്ങളുടെ ഓഫീസ് തുറക്കുന്നു. US ഡിഫൻസിന് ഡ്രോൺ വിമാനങ്ങളും മറ്റ് തന്ത്രപ്രധാന ഉപകരണങ്ങളും നൽകുന്ന കമ്പനിയാണ് ഇന്ത്യൻ നേവിയുടെ വിപുലീകരണത്തിനായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ തയ്യാറെടുക്കുന്നത്. US ഗവൺമെന്റുമായും ഇന്ത്യൻ ഗവൺമെന്റുമായും സഹകരിച്ചായിരിക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് കമ്പനി CEO ലിൻഡൻ ബ്ലൂ അറിയിച്ചു. വിശാലമായ സമുദ്ര പരിധിയുള്ള ഇന്ത്യക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പിനും രാജ്യസുരക്ഷാ കാര്യങ്ങൾക്കും പൈലറ്റ് രഹിത നിരീക്ഷണ സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കമ്പനി വിലയിരുത്തുന്നു. 2016 അന്തരീക്ഷ താപനില ആയിരിക്കും ലോകത്തിൽ ഇതേവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെട്ട വർഷമെന്ന് നാസയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു. വ്യവസായ വിപ്ലവത്തിന് മുൻപുള്ള കാലത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള ശരാശരി താപനിലയേക്കാൾ 2.3 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുതലാണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ താപനില ലോകരാജ്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള താപനില നിയന്ത്രണ മാനദണ്ഡമായ 2.7 ഡിഗ്രി ഫാരൻഹീറ്റിന് ഏതാണ്ട് അടുത്തെത്തിയിരിക്കുകയാണ്. താപനിലയുടെ വർധനവ് ഇല്ലാതാക്കാൻ ഇന്നത്തെ നിലയ്ക്ക് അസാധ്യമാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കാൽവിൻ സ്മിഡ് അഭിപ്രായപ്പെട്ടു. താപനില വർധനവിന്റെ പ്രധാന കാരണമായ കാർബൺ ഡയോക്സൈഡിന്റെ പുറന്തള്ളൽ ഇന്നു മുതൽ 0% ആക്കിയാൽ തന്നെയും ഇതേവരെ കാർബൺ ഡയോക്സൈഡ് മൂലം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇല്ലാതെയാക്കാൻ 100 കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്ന് കരുതപ്പെടുന്നു. അമേരിക്കയിലെ പ്രമുഖ യുദ്ധ വിമാന നിർമ്മാണ കമ്പനി ലോക്ഹീഡ് മാർട്ടിൻ അവരുടെ പ്രമുഖ യുദ്ധവിമാനമായ F-16 നിർമ്മാണം ഇന്ത്യയിലേക്ക് മാറ്റുവാൻ തയ്യാറെടുക്കുന്നു. F-16 പുതിയ പരമ്പരയിലുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുവാനും കയറ്റി അയക്കുവാനുമുള്ള പദ്ധതി കമ്പനി ഇന്ത്യൻ ഗവൺമെന്റിന് സമർപ്പിച്ചു. ഇതിൽ ഒരു നിബന്ധന ഇന്ത്യൻ എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളിൽ F-16 ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. 100 ഇത്തരം വിമാനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുവാൻ $15 മില്യൺ ഓർഡറുകൾ സമാഹരിക്കുവാൻ കഴിയുമെന്ന് കമ്പനി കരുതുന്നു. ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആദ്യമായാണ് കമ്പനി രാജ്യത്തിന് പുറത്ത് നടത്തുന്നതെന്ന് കമ്പനി വക്താവ് അറിയിച്ചു. ഇപ്പോൾ ലോക്ഹീഡ് മാർട്ടിൻ F-16 നിർമ്മാണം നടത്തുന്നത് ടെക്സസിലെ ആർലിംഗ്ടണിലാണ്. ആപ്പിൾ കമ്പനിയുടെ ഇന്ത്യയിലെ ഐഫോൺ വിൽപ്പന 51% വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഈ സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ ആപ്പിൾ കമ്പനി 40.4 മില്യൺ ഫോണുകളാണ് ലോകമെമ്പാടുമായി വിറ്റത്. മറ്റ് രാജ്യങ്ങളിൽ ഐഫോണിന്റെ വിൽപ്പനയിൽ മാന്ദ്യം നേരിട്ടപ്പോൾ ഇന്ത്യയിൽ വിൽപ്പന വർദ്ധിക്കുകയാണ് ചെയ്തത്. ഐഫോണിന്റെ വലിയ വിൽപ്പന നടന്നിരുന്ന ചൈനയിൽ നേരിട്ട സാമ്പത്തിക അസ്ഥിരത അവിടുത്തെ ഐഫോൺ വിൽപ്പനയെ സാരമായി ബാധിച്ചിരുന്നു. NGO ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ നടത്തിയ സർവേയിൽ ഇന്ത്യൻ കമ്പനികൾ ചൈന കമ്പനികളെക്കാൾ സുതാര്യത ഉള്ളതായി കണ്ടെത്തി. ലോകമെമ്പാടുമായി 183 രാജ്യങ്ങളിലെ 100 കമ്പനികളെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യൻ കമ്പനികൾ സുതാര്യതയിൽ 75% പോയിന്റുകൾ നേടിയപ്പോൾ സർവേയിൽ പങ്കെടുത്ത 37 ചൈനീസ് കമ്പനികൾക്ക്
16% പോയിന്റുകളാണ് ലഭിച്ചത്. ഇതിൽ 3 കമ്പനികൾക്ക് 10% സ്കോർ പോലും ലഭിക്കുകയുണ്ടായില്ല. ഇന്റർനാഷണൽ കമ്പനികളുടെ സുതാര്യത ശരാശരി 34% മാത്രമാണെന്ന് NGO ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. 24-കാരനായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ അദ്ദേഹത്തിന് കൂടെ താമസിച്ചിരുന്ന മറ്റൊരു ഇന്ത്യക്കാരൻ വാക്കുതർക്കത്തിനെ തുടർന്ന് കുത്തിക്കൊലപ്പെടുത്തി. ഹൈദരാബാദുകാരനായ ഗുൽറാൻ സങ്കീർത്തിനെയാണ് അതേ നാട്ടുകാരനായ സായ് സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. സങ്കീർത്ത് ഓസ്റ്റിൻ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ ഹെവനിലെ കമ്പ്യൂട്ടർ മാസ്റ്റർ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. വയറ്റിൽ കുത്തേറ്റ സങ്കീർത്തിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണമടഞ്ഞു. 2 ആഴ്ച മുൻപാണ് സായ് സന്ദീപ് സങ്കീർത്തിന്റെ മുറിയിൽ താമസം തുടങ്ങിയത്. സായ് സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ മലങ്കര അതിഭദ്രാസനത്തിന്റെ 30ാമത് യൂത്ത് ആൻഡ് ഫാമിലി കോൺഫറൻസ് മേരിലൻഡ് മൗണ്ട് സെയിന്റ് മേരീസ് യൂണിവേഴ്സിറ്റി ഹാളിൽ വെച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയസ് തോമസ് പ്രഥമൻ ബാബ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. 4 ദിവസങ്ങൾ നീണ്ടുനിന്ന കോൺഫറൻസിൽ റവറന്റ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ, റവറന്റ് ഫാദർ ജോസഫ് ചാലിശ്ശേരി എപ്പിസ്കോപ്പ എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയിരുന്ന സഭാവിശ്വാസികൾ ഈ കോൺഫറൻസിൽ പങ്കെടുത്തു. ഭദ്രാസന ട്രഷറർ സിമി ജോസഫ്, വിവിധ ഭദ്രാസന കൗൺസിലർമാർ, മീഡിയ കോർഡിനേറ്റർ ജോജി കോശി തുടങ്ങിയവർ കോൺഫറൻസിന് നേതൃത്വം നൽകി. മലങ്കര അതിഭദ്രാസനത്തിന്റെ യൂത്ത് ആൻഡ് ഫാമിലി കോൺഫറൻസ് 30ാമത്തെ ആ വലിയതായ മഹാസമ്മേളനം ഇപ്പോൾ ഇവിടെ മൗണ്ട് സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നമ്മുടെ 30ാമത് ഫാമിലി കോൺഫറൻസിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. സത്യത്തിൻ ചൈതന്യമേ, സ്നേഹപ്രവാഹമേ, ഇടറാത്ത വർഷങ്ങൾ 30 പൂർത്തിയായി ജയഭേരി മുഴക്കുവാൻ സമയമായി. I am here to welcome all of our dignitaries to this meeting. Truly we are blessed with the presence of our beloved Katholika Baba. കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഡു ഗുഡ്. ഇത് രണ്ടും, ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതും നന്മ ചെയ്യുക എന്നുള്ളതും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദൈവത്തോടുള്ളതായ നമ്മുടെ കടപ്പാടും അല്ലെങ്കിൽ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും അതോടൊപ്പം നമ്മുടെ സഹചരോടുള്ളതായ നമ്മുടെ ഉത്തരവാദിത്വവും രണ്ടുമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ നന്ദിയോടെ ഓർക്കുന്നത്, ഈ വർഷം ഞാൻ ഇവിടെ വരാൻ അനുവദിച്ച പരിശുദ്ധ പാത്രികീസ്വഭാവയുടെ തൃപ്പാദം അദൃശ്യമായി ചുംബിച്ചുകൊണ്ട് നന്ദി വെളിപ്പെടുത്തുമ്പോൾ സമർപ്പിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ വർഷം ക്ഷണിച്ചു, വരാൻ സാധിച്ചില്ല. വളർച്ചയുടെ വഴിയിൽ നിന്ന് അതിവേഗത്തിൽ ഉയർച്ചയിലേക്ക് വന്ന് എല്ലാം അനുഗ്രഹകരമായി തീർത്തതും എല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. മലങ്കര ദൈവത്തിൻ്റെ പ്രകാശനം നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമനസ്സുണ്ട് ജോസഫ് അച്ഛന് കൊടുത്തുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം നമ്മൾ നിർവഹിക്കുന്നതാണ്. In our archdiocese, we have lots of promising youth who are sometimes unable to find their soulmates, and this is where Malangara Connect comes in. നമ്മുടെ ഉള്ള എല്ലാ അച്ഛന്മാരോടും കൗൺസിൽ മെമ്പേഴ്സിനോടും സാജുമാരോത്തിനോടും പിന്നെ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടും നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് വളർന്നവരുമുണ്ട്. ഇവിടെ പിതാവ് പറഞ്ഞ പോലെ കാലിക്കൂട് പോലെ വളർന്നവരുമുണ്ട്. ആദ്യകാലത്തൊക്കെ പ്രാർത്ഥിക്കുവാനും ദൈവമേ യാക്കോബായ സമുദായത്തിന് തന്നെ ഒത്ത ചെറുക്കനെ കിട്ടണേ, അങ്ങനെ കെട്ടണം. കുറെ കഴിഞ്ഞ് ഒരു ദൈവം ഏതെങ്കിലും ക്രിസ്ത്യാനിയെ കെട്ടാൻ ഇടയാണ്. അത് കഴിഞ്ഞ് കുറെ കൂടെ കഴിഞ്ഞാൽ പറഞ്ഞു ദൈവമേ കർമ്മനല്ല. ഇപ്പം പ്രാർത്ഥിച്ച് ദൈവമേ പെണ്ണിനെ തന്നെ കൊണ്ടുവരുന്നുണ്ട്.
ഇന്ന് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ 30ാമത് ഫാമിലി കോൺഫറൻസ് ആഘോഷിക്കുകയാണല്ലോ. ബാബ തിരുമേനിക്ക് ഭദ്രാസനത്തിൻ്റെ വളർച്ചയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ചുമതലയുള്ള തീത്തോസ് മാർ എൽദോസ് തിരുമേനി 12 വർഷമായി ഇവിടെ വന്നിട്ട്. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളും ഓട്ടവും നിമിത്തം ഭദ്രാസനം വളരെയേറെ വലുതായിട്ടുണ്ട്, വികസിച്ചിട്ടുണ്ട്, പള്ളികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഷിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 6ാമത് ഇന്റർ ചർച്ച് വോളിബോൾ ടൂർണമെന്റിൽ ഷിക്കാഗോ ജ്ഞാനായ ടീം 1ാം സ്ഥാനം നേടി. ഡെസ്പ്ലെയിൻസിലുള്ള ഫ്ലെഡ്മിൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ വിവിധ ദേവാലയങ്ങളെ പ്രതിനിധീകരിച്ച് 9 ടീമുകൾ പങ്കെടുത്തു. 2ാം സ്ഥാനം ഷിക്കാഗോ മാർത്തോമാസ് ടീം നേടി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള മത്സരത്തിൽ 1ാം സ്ഥാനം ജ്ഞാനായ ജൂനിയർ ടീമും 2ാം സ്ഥാനം മാർത്തോമ ജൂനിയർ ടീമും നേടുകയുണ്ടായി. ഷിക്കാഗോ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ എക്യുമെനിക്കൽ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന 6ാമത് വോളിബോൾ ടൂർണമെന്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. വളരെ ആവേശകരമായ നിലവാരം നിലനിർത്തുന്ന കളികളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ഏതാനും ചർച്ചകൾ കൂടിച്ചേർന്ന് എല്ലാ വർഷങ്ങളും നടക്കുന്നതായിട്ടുള്ള ഈ ടൂർണമെന്റ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ 16 ദേവാലയങ്ങളുടെ സംയുക്തമായ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു 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 ഗെയിമാണ് വോളിബോൾ മത്സരം. എല്ലാ സഭകളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ വലിയ ഒരു പ്രതീകമാണ്. കൂട്ടായ്മയുടെ ഈ സുന്ദര അവസരത്തിൽ പങ്കെടുത്ത എല്ലാ സഭയിലെയും പ്രത്യേകിച്ച് യുവജനങ്ങളെ ഞാൻ ഏറ്റവും ഹാർദവമായി അനുമോദിക്കുകയും അവർക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേരുകയും ചെയ്യുന്നു. ഈ വോളിബോൾ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി അതും വരുന്ന കുട്ടികളുടേതായിട്ടുള്ള മത്സരങ്ങളോട് നടത്തിയത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. നല്ല ഒരു മത്സരം കാഴ്ചവെക്കുവാനും സാധിക്കയിലെ ഞങ്ങൾക്ക് അതിങ്ങാറ്റം അഭിമാനമുണ്ട്. ഷിക്കാഗോയിലെ എക്യുമെനിക്കൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെ ഏറ്റവും വലിയ ഒരു നല്ല പ്രവർത്തനമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. കേരള എക്യുമെനിക്കൽ ചർച്ചസിന്റെ 2016 വോളിബോൾ മത്സരം വളരെ ഭംഗിയായി നടത്തുവാനായിട്ട് സാധിച്ചു. ഷിക്കാഗോ എക്യുമെനിക്കൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 6ാമത് വോളിബോൾ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാരവാഹികളാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. അവരോടുള്ള എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള സഭകളുടെ ഒരു പ്രതിജ്ഞയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരുമിച്ച് വരുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഞങ്ങൾ എല്ലാവരുടെ നാമത്തിൽ അറിയിക്കുന്നു. വിന്നേഴ്സായിട്ട് കനായ കാതലിക് ചർച്ച് ഫസ്റ്റ് പ്രൈസും ചിക്കാഗോ മാർത്തോമ ചർച്ച് സെക്കൻഡ് പ്രൈസും കിട്ടി. We are so happy that we won the first place. Thank you. Thank you. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക മികച്ച പത്രപ്രവർത്തകനുള്ള അവാർഡിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കേരളത്തിലെ പത്ര-മാധ്യമ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരിൽ നിന്നുമാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുക്കുക. അവാർഡ് ജേതാവിന് പ്രശംസാ ഫലകവും 1 ലക്ഷം രൂപയും 2 ആഴ്ചത്തെ അമേരിക്കൻ പര്യടനവും ഒരുക്കുന്നു. അപേക്ഷകർ സെപ്റ്റംബർ 15-നുള്ളിൽ IPCNA Award 2016@gmail.com എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് IPCNA പ്രസിഡന്റ് ശിവൻ മുഹമ്മദ് 630-363-0436 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടാതെ കൂടുതൽ വിവരങ്ങൾ indiapressclub.org വെബ്സൈറ്റിലും ലഭ്യമാണ്.
കേരള ലിറ്റററി സൊസൈറ്റി ഓഫ് ഡാലസിന്റെ 25ാം വാർഷികവും അമേരിക്കൻ മലയാളി കുടിയേറ്റത്തിന്റെ 50ാം വാർഷികവും ആഘോഷിക്കുന്നു. ഓഗസ്റ്റ് 14 കേരള അസോസിയേഷൻ ഓഫ് ഡാലസിന്റെ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആദ്യകാല കുടിയേറ്റക്കാരും ആദ്യകാലത്ത് ഡാലസിൽ എത്തിച്ചേർന്ന നഴ്സുമാരും വിശിഷ്ട അതിഥികളായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എബ്രഹാം തെക്കേമുറി, CV ജോർജ്, ജേസൺ ജോർജ് എന്നിവരുമായി കഷ്ടപ്പെട്ട് പഠിച്ചും കഠിനാധ്വാനം ചെയ്യും പണവും പ്രതാപവും പദവിയുമെല്ലാം നേടുന്നത് എന്തിനാണെന്ന് പലരോടും ചോദിച്ചാൽ അവർ പറയാനുണ്ട് ഇവയൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ മിതമായി ക്രമങ്ങളെല്ലാം പാലിച്ച് എക്സസൈസ് എല്ലാം ചെയ്ത് ഡോക്ടർമാർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി ആശ്രയിച്ച് ജീവിക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാലും പറയും ആരോഗ്യമുണ്ടാകും, ആരോഗ്യം സന്തോഷം നൽകും. ഗുഡ് ഹെൽത്ത് വിൽ ബ്രിങ് ഹാപ്പിനെസ് എന്നത് ഒരു പരിമിതി വരെ ശരിയാണ്. എന്നാൽ ഹാപ്പിനെസ് വിൽ ഗിവ് ഗുഡ് ഹെൽത്ത് എന്നതും ശരിയാണ്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആർ മോർ എഫക്റ്റീവ് ഫോർ ഹാപ്പി പീപ്പിൾ. അതുകൊണ്ട് സന്തോഷത്തെപ്പറ്റി, ഹാപ്പിനെസ്സിനെ പറ്റിയുള്ള മനഃശാസ്ത്ര പഠനങ്ങൾ സോഷ്യോളജിസ്റ്റോ സൈക്കോളജിസ്റ്റോ തിയോളജിയൻസോ മാത്രമല്ല മെയിൻ സ്ട്രീമിലെ മെഡിസിൻ ആൾക്കാരും പഠിക്കുവാനും റിസർച്ച് ചെയ്യുവാനും ശ്രമിക്കുന്നുണ്ട്. ന്യൂറോളജിസ്റ്റും ന്യൂറോ സൈക്യാട്രിസ്റ്റും എല്ലാം ഇന്ന് സന്തോഷത്തെപ്പറ്റി അനേക ഗവേഷണ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സന്തോഷിക്കുമ്പോൾ തലച്ചോറ് സെക്രീറ്റ് ചെയ്യുന്ന പലതരം ന്യൂറോ പെപ്റ്റൈഡ്സിനെ പറ്റി നമുക്കറിയാം. ഇത്തരം ഘടകങ്ങൾ പലതും നമുക്കറിയാമെങ്കിലും അത് 4 ഡോപാമിൻ, സീറോട്ടോണിൻ, ഓക്സിറ്റോസിൻ ആൻഡ് ഓപ്പിയേറ്റ്സ് എന്നിവ മനസ്സിന് സന്തോഷം നൽകുന്ന ഹാപ്പി മോളിക്യൂൾസ് ആയി കരുതപ്പെടുന്നു. ആധുനിക ഫങ്ഷണൽ MRI, പെറ്റ് സ്കാൻ, റേഡിയോ ന്യൂക്ലിയോടൈഡ് സ്റ്റഡി ഇവകളെല്ലാം മൂലം ഹാപ്പി മോളിക്യൂൾസിനെ പറ്റി കൂടുതൽ പഠിക്കുവാനും അത് അളക്കുവാനും നമുക്കിന്ന് സാധിക്കും. ഇത്തരം ഹാപ്പി മോളിക്യൂൾസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോശങ്ങളിൽ പ്രവേശിച്ച് മോളിക്കുലർ ലെവല് ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈശ്വരൻ സൃഷ്ടിച്ച ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു യന്ത്രമാണ് മനുഷ്യ ശരീരം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഏകദേശം 100 ട്രില്യൺ സെൽസ് ഉണ്ട്. അത് 100 ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതിനേക്കാൾ വലിയൊരു സംഖ്യയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളുടെ സംഖ്യകളെക്കാളും കൂടുതലാണ്. നമ്മുടെ ഓരോ സെൽസിനകത്തും ഓരോ സമയത്തും 1,00,000 പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ ഹാപ്പി മോളിക്യൂൾസ് ഈ സെൽസിനുള്ളിൽ റിസപ്റ്റേഴ്സിൽ പ്രവേശിച്ച് മോളിക്കുലർ ലെവലിൽ ചേഞ്ച് ഉണ്ടാക്കുന്നു. ശരീരത്തിൻ്റെ ഇങ്ങനെ ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഏതു ഭാഗത്തുള്ള സെൽസിനും ഹാപ്പി മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഇതുകൊണ്ടാണ് ഈയിടെ ഒരു ന്യൂറോ എൻഡോക്രിനോളജിസ്റ്റ് പറഞ്ഞത് നമ്മുടെ ബോഡി ഈസ് അവർ മൈൻഡ്, നമ്മുടെ ശരീരം മനസ്സാണ്. കവികൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു, അല്ലെ ഹൃദയം സന്താപം കൊണ്ട് വിഷമിച്ചു എന്നൊക്കെ പറയുമ്പോഴൊരു കാവ്യ സങ്കല്പം മാത്രമാണെന്ന് നമ്മൾ കരുതിയിരുന്നു. രക്തം പമ്പ് ചെയ്യുന്ന ഒരു മാംസപേശി മാത്രമായ ഹൃദയത്തിന് എങ്ങനെ വേദനിക്കുവാനും സന്തോഷിക്കുവാനും സാധിക്കുമെന്ന് ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക പഠനങ്ങൾ ഹൃദയത്തെയും കരളിനെയും എല്ലാം മോളിക്കുലർ ലെവലിൽ സന്തോഷത്തിനും സന്താപത്തിനും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തെപ്പറ്റിയുള്ള എമോഷണൽ ഹാർമോൺസിനെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വളരെ പ്രധാനമാവുകയാണ്. ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ്സിനെ പറ്റി ഹാർവർഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ 75 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവേഷണ പഠനമുണ്ട്. 75 വർഷങ്ങൾക്ക് മുമ്പ് 720 പേരെ തിരഞ്ഞെടുത്ത് 18 വയസ്സുള്ള 720 പേരെ തിരഞ്ഞെടുത്ത് അവരെ എല്ലാ വർഷവും അവരുടെ ആഹാര രീതിയും ആരോഗ്യവും അവർക്കുണ്ടാകുന്ന രോഗങ്ങളും എല്ലാം തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. പണക്കാരും പാവപ്പെട്ടവരും എല്ലാ വർഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റായി തീർന്ന ഒരു വ്യക്തിയും നോബൽ പ്രൈസ് നേടിയ ഒരു വ്യക്തി ഈ സംഘത്തിലുണ്ടായിരുന്നു. എല്ലാവരും ഇന്ന് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതിൽ 12 പേർ ഇന്നും ജീവിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്രയും ദീർഘമായൊരു പഠനം നടത്തുക സാധ്യമല്ല. കാരണം പഠനത്തിന് വേണ്ട പണം ലഭിക്കുക പ്രയാസമാണ്. രണ്ടാമത് പലപ്പോഴും മുഖ്യ ഗവേഷകർ മരിച്ചു കഴിയുമ്പോൾ
ഗവേഷണവും അവിടെ അവസാനിക്കും. ഹാർവർഡ് യൂണിവേഴ്സിറ്റി ആയതിനാൽ ഈ പഠനം ഇന്നും തുടരുന്നു. ഈ പഠനത്തിന് ആദ്യമുണ്ടായിരുന്ന ആൾക്കാരുടെ മക്കളും കൊച്ചുമക്കളുടെ മക്കളും കൊച്ചുമക്കളുടെ മക്കളും ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. ഈ പഠനത്തിന് നേതൃത്വം നൽകുന്ന റോബർട്ട് ഹാലർ ഈ വർഷം അദ്ദേഹം നടത്തിയൊരു പ്രഭാഷണം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം ചെയ്ത പ്രഭാഷണവും ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പഠനവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഹാപ്പി എമോഷൻസിനെ പറ്റി വൈദ്യശാസ്ത്ര മേഖലയിൽ നടത്തുന്ന പഠനങ്ങൾ മൂലം നമുക്കറിയാവുന്ന ചില സംഗതികൾ അതിനെപ്പറ്റി ഞാൻ അല്പമായി പറയാം. ഇത് ചുരുക്കത്തിൽ പറയാം. ഒരു വ്യക്തി മാനസിക സന്തോഷത്തെക്കുറിച്ച് പൊതുവെ ഇന്ന് വിദഗ്ധരാൽ അംഗീകരിക്കപ്പെട്ട ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല ഇതാണ്: H=S+C+V. H ഹാപ്പിനെസ്, സന്തോഷം. ഒരാളുടെ മാനസിക സന്തോഷം 3 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നാമത് S, മനസ്സിന്റെ സെറ്റ് പോയിന്റ്. അത് ജനറ്റിക്കായി സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അത് മാതാപിതാക്കന്മാരിൽ നിന്ന് ജീൻസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ചിലർ സ്വതവേ ഓപ്റ്റിമിസ്റ്റ് ആണ്, ശുഭാപ്തി വിശ്വാസികളാണ്. മറ്റു ചിലർ പെസിമിസ്റ്റ് ആണ്, അശുഭാപ്തി വിശ്വാസികളാണ്. ഈ ശുഭാപ്തി വിശ്വാസം ജീവിതത്തിലുള്ളവർക്ക് ഹാപ്പിനെസ്, അവരുടെ സന്തോഷത്തിന്റെ 40% ഈ സെറ്റ് പോയിന്റ് ആണ്. നിർഭാഗ്യവശാല് അവരുടെ ജീവിതത്തിലെ പോസിറ്റീവ് വീക്ഷണോ നെഗറ്റീവ് വീക്ഷണോ എന്നത് മാറ്റുവാനായിട്ട് സാധ്യമല്ല. മാതാപിതാക്കന്മാരുടെ ജീൻസിൽ നിന്ന് ലഭിച്ചതാണ്. എന്നാൽ ഇന്ന് സൈക്യാട്രിസ്റ്റ് ഉപയോഗിക്കുന്ന ചില ആൻറ്റി ഡിപ്രസൻ മെഡിസിൻ മരുന്നുകൾ താൽക്കാലികമായെങ്കിലും ചില രോഗികളുടെ നിരാശാബോധ വീക്ഷണങ്ങളിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും. എങ്കിലും പലപ്പോഴും ഈ മരുന്ന് നിർത്തിക്കഴിയുമ്പോൾ മൈൻഡ് സെറ്റ് വീണ്ടും നിരാശാബോധത്തിലേക്ക് പോകും, ഹാപ്പിനെസ് കുറയുകയും ചെയ്യും. സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു മാനസിക ചികിത്സാ മാർഗമാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, CBT എന്ന് അറിയപ്പെടുന്നു. ചിന്താധാരയിൽ മാറ്റം വരുത്തുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി മൂലം കുറച്ചുകൂടി ദീർഘകാലം നിലനിൽക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചിരുന്നു. മെഡിറ്റേഷൻ, യോഗ, പ്രാർത്ഥന തുടങ്ങിയവ പലരിലും ഈ മെന്റൽ സെറ്റ് പോയിന്റ്, പോസിറ്റീവ് ലെവലിലുള്ള ശുഭാപ്തി വിശ്വാസത്തിലേക്ക് എത്താനായിട്ട് സഹായിക്കും. സന്തോഷം നൽകുന്ന രണ്ടാമത്തെ ഘടകം ഫോർമുല അനുസരിച്ച് ബാഹ്യ സർക്കംസ്റ്റൻസ് ആണ്. സർക്കംസ്റ്റൻസ്, ബാഹ്യ ധനം, ആരോഗ്യം, പദവി, ബാഹ്യ സർക്കംസ്റ്റൻസ് മൂലം നമ്മുടെ സന്തോഷത്തിൽ വ്യത്യാസം വരുത്താൻ 10% സാധ്യത മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് 10 കോടി രൂപയുടെ ഒരു ലോട്ടറി നിങ്ങളിൽ ആരെങ്കിലും അടിച്ചെന്ന് കരുതുക. ആ സന്തോഷം ഉണ്ടാകും. ഒരു 2-3 വർഷത്തിൽ കൂടുതൽ നിർത്തിയില്ല. വീണ്ടും നിങ്ങളുടെ ചിന്താഗതി പഴയ സന്തോഷത്തിൻ്റെ ലെവല് പഴയ ലെവലിൽ. അതുപോലെ ഒരു അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും മരിച്ചുപോയി, അല്ലെങ്കിൽ ദാമ്പത്യം തകർന്ന് വിവാഹമോചനത്തിലെത്തിയെന്ന് നോക്കൂ. സങ്കടമുണ്ടാകാം, വേദനയുണ്ടാകാം. പക്ഷേ 1-2 വർഷം കഴിയുമ്പോൾ മനസ്സിലെ ദുഃഖത്തിന്റെ ലെവലും ഏകദേശം പഴയ ലെവലിലേക്ക് എത്തിച്ചേരുന്നു. മെന്റൽ ഹാപ്പിനെസ് ഇൻ ദ ലോങ് റൺ ഡിപ്പെൻഡ്സ് ഓൺലി 10% ഓൺ ഔട്ട്സൈഡ് സർക്കംസ്റ്റൻസ്. പക്ഷേ നമ്മുടെ മനസ്സിന്റെ സന്തോഷം നൽകുന്ന മൂന്നാമത്തെ ഘടകം നാം ചെയ്യുന്ന വോളണ്ടറി ആക്ടിവിറ്റീസ് ആണ്. മനസ്സിന് സന്തോഷം നൽകുന്ന കാരണപൂർവമാകുക ലവ്, കെയറിങ് ഫോർ അതേഴ്സ്, കണക്ഷൻ വിത്ത് അതേഴ്സ്, friendship with others. These are the things that they can give happiness to the mind. സന്തോഷത്തെ ആധുനിക ഭാവന ഒരിക്കൽ കൂടി പറയട്ടെ. H=S, mindset. It is determined by gene, 40%. C, ബാഹ്യ circumstance. It is only 10%. Voluntary activity, it is 50%. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സന്തോഷം ലഭിക്കുവാനുള്ള മുഖ്യ ഘടകം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുകയാണ്. വരുന്ന ആഴ്ച വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു വാരം ആശംസിച്ചുകൊള്ളുന്നു. ചിക്കാഗോ എന്ന ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയിൽ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.